ഒരു സ്വപ്നത്തിന്റെ കഥ പറയാം. 23 വർഷം നീണ്ട ഒരു സാഹസിക യാത്രയുടെ കഥ. ആകാശത്തെ കീഴടക്കാൻ കഴിയുന്ന സമുദ്രത്തിലെ ഒരു കോട്ടയുടെ കഥ. അറബിക്കടലിന്റെയും ബംഗാൾ ഉൾക്കടലിന്റെയും കാവൽക്കാരനായി മാറിയ 2.5 ഏക്കർ വിസ്തീർണമുള്ള ഒരു ചലിക്കുന്ന വ്യോമതാവളത്തിന്റെ കഥ. ഇന്ന് നമ്മൾ പറയുന്നത് INS വിക്രാന്തിന്റെ കഥയാണ്. 500-ലധികം ഭാരതീയ കമ്പനികൾ, ആയിരക്കണക്കിന് എഞ്ചിനീയർമാർ, അനേകം ശാസ്ത്രജ്ഞർ. അവരുടെ കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും സാങ്കേതിക പ്രാവീണ്യവും ഒന്നിച്ചു ചേർന്ന് സൃഷ്ടിച്ച അത്ഭുതത്തിന്റെ കഥ. ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതിരോധ മേഖലയിലെ സ്വയം പര്യാപ്തതയുടെയും തെളിവായി മാറിയ ഈ വിമാനവാഹിനി കപ്പൽ എങ്ങനെയാണ് യാഥാർത്ഥ്യമായത്? എന്തൊക്കെ വെല്ലുവിളികളാണ് നേരിടേണ്ടി വന്നത്? ഈ സാങ്കേതിക വിസ്മയം എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? ഈ വീഡിയോയിലൂടെ നമുക്ക് കണ്ടറിയാം ഭാരതത്തിന്റെ ഏറ്റവും വലിയ നാവിക നേട്ടത്തിന്റെ അപൂർവ കഥ. ഭാരതത്തിന്റെ സമുദ്ര സുരക്ഷയുടെ ചരിത്രത്തിൽ ഒരു പുതിയ അധ്യായമാണ് വിക്രാന്ത്. ദശകങ്ങളോളം വിദേശ രാജ്യങ്ങളെ ആശ്രയിച്ചിരുന്ന നമ്മുടെ പ്രതിരോധ മേഖല സ്വയം പര്യാപ്തതയിലേക്കുള്ള ചുവടുവപ്പിന്റെ തെളിവാണ് ഈ വിമാനവാഹിനി കപ്പൽ. 1999-ൽ നമ്മുടെ നാവികസേന അഡ്വാൻസ്ഡ് ടെക്നോളജി വെസൽ പദ്ധതിയുടെ ഭാഗമായി ഒരു സ്വദേശി വിമാനവാഹിനി കപ്പലിന്റെ ആവശ്യകത മുന്നോട്ടുവച്ചു. 2002-ൽ നാവൽ ഡിസൈൻ ഡയറക്ടറേറ്റ് ഇതിന്റെ രൂപകൽപ്പന ആരംഭിച്ചു. ഇത്തരമൊരു വലിയ കപ്പൽ നിർമ്മിക്കുന്നതിൽ മുൻപരിചയമില്ലാതിരുന്നിട്ടും ഭാരതം ഈ വെല്ലുവിളി ഏറ്റെടുത്തു. 2009-ൽ കൊച്ചി കപ്പൽശാലയിൽ നിർമ്മാണം ആരംഭിച്ചു. 262 മീറ്റർ നീളവും 45,000 ടൺ ഭാരവുമുള്ള ഈ വമ്പൻ യുദ്ധക്കപ്പലിന്റെ ഫ്ലൈറ്റ് ഡെക്ക് മാത്രം, അതായത് വിമാനങ്ങൾ ഇറങ്ങുന്ന ഭാഗം, 2.5 ഏക്കർ വരും. നമ്മുടെ ഒരു വലിയ ഫുട്ബോൾ ഗ്രൗണ്ടിന്റെ വലുപ്പം. 4 ഗ്യാസ് ടർബൈനുകൾ ഉപയോഗിച്ച് 88 മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിച്ച് മണിക്കൂറിൽ 28 നോട്ടിക്കൽ മൈൽ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിവുള്ള ഈ കപ്പലിന്റെ യുദ്ധനിയന്ത്രണ സംവിധാനം ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് വികസിപ്പിച്ചെടുത്തത്. കപ്പലിന്റെ നിർമ്മാണത്തിൽ ഉപയോഗിച്ച 75%-ലധികം ഘടകങ്ങളും ഭാരതത്തിൽ നിർമ്മിച്ചവയാണ്. നിർമ്മാണത്തിനിടെ സാങ്കേതിക വെല്ലുവിളികൾ, സാമ്പത്തിക പ്രശ്നങ്ങൾ, മഹാമാരി തുടങ്ങിയ പ്രതിസന്ധികൾ നേരിട്ടെങ്കിലും എഞ്ചിനീയർമാരുടെയും നാവികരുടെയും പരിശ്രമം കൊണ്ട് പദ്ധതി വിജയകരമായി മുന്നോട്ടുപോയി. 2021-ൽ ആരംഭിച്ച സമുദ്ര പരീക്ഷണങ്ങളിൽ കപ്പലിന്റെ വേഗത, നിയന്ത്രണം, സംയോജന സംവിധാനങ്ങൾ എന്നിവ വിജയകരമായി വിലയിരുത്തപ്പെട്ടു. 2022 സെപ്റ്റംബർ 2-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ച വിക്രാന്ത് 1971-ലെ യുദ്ധത്തിൽ പ്രധാന പങ്കുവഹിച്ച പഴയ വിക്രാന്തിന്റെ പേരാണ് പുനരുജ്ജീവിപ്പിച്ചത്. ഹിന്ദ് മഹാസമുദ്ര മേഖലയിലെ ഭാരതത്തിന്റെ സാന്നിധ്യം ശക്തിപ്പെടുത്തുന്ന വിക്രാന്ത് ചലിക്കുന്ന വ്യോമതാവളമായി പ്രവർത്തിക്കുന്നു. യുദ്ധവിമാനങ്ങൾ, ഹെലികോപ്റ്ററുകൾ, നിരീക്ഷണ വിമാനങ്ങൾ എന്നിവയ്ക്ക് തീരത്തിൽ നിന്ന് വളരെ ദൂരെ വരെ പ്രവർത്തിക്കാൻ കഴിയുന്നു. ഈ പദ്ധതി ഭാരതത്തിന്റെ പ്രതിരോധ വ്യവസായത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്നു. ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. നൂതന നിർമ്മാണ രീതികൾ വികസിപ്പിക്കപ്പെട്ടു. ഭാവിയിലെ സ്വദേശി പ്രതിരോധ പദ്ധതികൾക്ക് അടിത്തറയിടപ്പെട്ടു. വിക്രാന്തിന്റെ നിർമ്മാണം വെറുമൊരു കപ്പലിന്റെ കഥ മാത്രമല്ല, സ്വയം പര്യാപ്തതയിലേക്കുള്ള ഒരു രാജ്യത്തിന്റെ യാത്രയുടെ പ്രതീകമാണ്. സാങ്കേതിക വിദ്യയിലും എഞ്ചിനീയറിംഗിലും ഒരു രാജ്യത്തിന് കൈവരിക്കാൻ കഴിയുന്നതിന്റെ തെളിവാണ് വിക്രാന്ത്. വരും തലമുറകൾക്ക് പ്രചോദനമായി നിലകൊള്ളുന്ന ഈ നേട്ടം ഭാരതത്തിന്റെ വളർച്ചയുടെയും പുരോഗതിയുടെയും ദൃശ്യമായ തെളിവാണ്. വലിയ സ്വപ്നങ്ങൾ കാണാനും അവ യാഥാർത്ഥ്യമാക്കാനുമുള്ള നമ്മുടെ രാജ്യത്തിന്റെ കഴിവിന്റെ പ്രതീകമാണ് വിക്രാന്ത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്കു ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലെയുള്ള വീഡിയോകൾ സ്ഥിരമായി കാണുന്നതിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.